ഹലോ ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ വെള്ളാപ്പള്ളി എന്ന കൊടും വർഗീയവാദി ഈടെ നിരന്തരം മുസ്ലിങ്ങൾക്കെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വർഗീയവാദി, ഇദ്ദേഹത്തിൻ്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇദ്ദേഹം ഒരു കേസിൽ കുടുങ്ങിയിട്ടുണ്ട്. നിലവിൽ ഓൾറെഡി നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ തന്നെ മൈക്രോ ഫിനാൻസ് കേസ് ഇദ്ദേഹത്തിന് നിലവിൽ ഒരു കുരുക്കായി നിൽക്കുകയാണ്. അപ്പോൾ ഇതിന് ഈ കള്ളന്മാരൊക്കെ പാടെ ഒരു സെറ്റായാലാണ് ഇതിന്ന് ഊരാൻ പറ്റുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹം അരി ഭക്ഷണം കഴിക്കുന്നവർക്കൊക്കെ മനസ്സിലാവും, ഈ അധികാരം മാറിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഈ ഗവൺമെൻറ്റിലെ പിടിപാട് നഷ്ടപ്പെടും. ഇദ്ദേഹത്തിന് എന്താ പറയുക, ജയിലിൽ പോകേണ്ടി വരും, അല്ലെങ്കിൽ കേസുമായി മുന്നോട്ട് പോകേണ്ടി വരും. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കേസ് ഒതുക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഈ ഇദ്ദേഹം പറയുന്ന ഈ പാർട്ടിക്ക് വോട്ട് കിട്ടാൻ വേണ്ടി മുസ്ലിങ്ങളെ നിരന്തരം പറയുക എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ മെയിൻ ലക്ഷ്യം. അപ്പോൾ എന്തായാലും ഇദ്ദേഹം ഈ പറഞ്ഞ വീഡിയോക്ക് നമ്മുടെ അൻസാരി ഉസ്താദ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിന് ഈ മുസ്ലിങ്ങൾക്കെതിരെ നിരന്തരം പറയുന്ന ഇദ്ദേഹത്തിൻ്റെ ഈ വീഡിയോക്കെതിരെ, അല്ലെങ്കിൽ ഈ പ്രസംഗത്തിനെതിരെ നമ്മുടെ ഉസ്താദ് പറഞ്ഞ വീഡിയോ ഒന്ന് കേട്ടുവരാം. ഇവിടെ മുസ്ലിമിന്റെ ആധിപത്യം അവിടെ ഭരണം വരാൻ പോകുകയാണെങ്കിൽ നമ്മൾ ഇവിടെ നാട് ഇവിടെയാണ്. ഇപ്പൊ ഭരണമില്ലാഞ്ഞിട്ട് അവർ ഭരണമൊക്കെ നിങ്ങൾ കണ്ടില്ലേ? 9.5 കൊല്ലം കൊണ്ട് പോയിട്ട് നഷ്ടപ്പെട്ടു പോയത്. ഇനി അടുത്ത പ്രാവശ്യം ഇതെല്ലാം കൂടെ പിടിച്ചെടുക്കണമെന്നാണ്. മുസ്ലിം ആധിപത്യം ഇവിടെ വന്നിട്ടെ അങ്ങനെ ഇപ്പോൾ മുസ്ലിങ്ങൾ ഹിന്ദു സഹോദരങ്ങളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നു. ഞാൻ സമ്മതിക്കൂല. ഞാൻ പോയി തരാം. ഞങ്ങൾ മുസ്ലിമുകൾ ഇവിടെ നിന്നിട്ട് ഇവിടെ ആധിപത്യം സ്ഥാപിച്ച് ഇവിടെ പാവപ്പെട്ട ഹിന്ദു സഹോദരങ്ങൾ, ഞങ്ങളുടെ കരലിനെ കഷ്ണങ്ങളായ ഹിന്ദു സഹോദരങ്ങൾ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരായ ഹൈന്ദവ സഹോദരങ്ങൾ അവർ ആത്മഹത്യയിലേക്ക് പോകുന്നതും ഒറ്റപ്പെടുന്നതും ഇകഴ്ത്തപ്പെടുന്നതും എനിക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോയി തരികയാണ്. എന്നെ തടയാൻ ഒരു ശക്തിക്കും സാധ്യമല്ല, എന്നെ തടയരുത്. പക്ഷെ ഒറ്റ കാര്യം അവസാനമായിട്ട് പറയാണ്, പോകുന്നതിന് മുമ്പ് എൻ്റെ ഹിന്ദു സഹോദരങ്ങളോട് ഒറ്റ കാര്യം മാത്രം പറയാണ്, ഞങ്ങൾ മുസ്ലിമീങ്ങളൊക്കെ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾ സന്തോഷത്തോടും സമാധാനത്തോടെ ജീവിക്കുക. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവിടെ മുസ്ലിമും ക്രിസ്ത്യാനിയൊക്കെ ഉള്ളപ്പോഴാണ് ഹിന്ദു എന്ന വ്യാപക അർത്ഥത്തിൻ്റെ പരിധിയിൽ ഇവിടെയുള്ള പിന്നോക്കക്കാരൊക്കെ വരിക. ഇല്ലെങ്കിൽ മേൽജാതിക്കാരും കീഴ്ജാതിക്കാരും സവർണ്ണം അവർണ്ണം എന്ന 2-3 തട്ടൊക്കെ ആയിട്ട് തിരിച്ചിട്ട് ഒരു വിഭാഗത്തെ പൂർണ്ണാർത്ഥത്തിൽ മനുഷ്യരായിട്ട് പോലും പരിഗണിക്കാത്തതാണ് ഭൂതകാല ചരിത്രം ഞാൻ വായിച്ചിട്ടുള്ളത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പം നമ്മൾ ഒരുപാട് പുരോഗമിച്ചില്ലേ? ഇപ്പം 21-ാം നൂറ്റാണ്ടിൽ 2025 നമ്മളൊക്കെ നിൽക്കുന്നത്. ഇന്ന് പാവപ്പെട്ട ഹിന്ദുവിന് മോചനം കിട്ടിയോ? ഇന്നിപ്പം നിലവിൽ ഭരിക്കുന്നത് മുസ്ലിം അല്ലല്ലോ. ഇന്ന് രാജ്യം ഭരിക്കുന്നത് മുസ്ലിം അല്ലല്ലോ. അല്ല. ഇന്ന് പാവപ്പെട്ട ഹിന്ദുവിന് മോചനം കിട്ടിയോ? ഫോർ എക്സാമ്പിൾ, ഞാൻ പോകുന്നതിന് മുമ്പ് അവസാനമായി, എന്നെ തടയരുത്, അവസാനമായി ഞാനൊരു കാര്യം കാണിച്ചു തരികയാണ്. ഒന്ന് കണ്ടു നോക്കി. ഒരു വാർത്തയാണ്. ശ്രീകോവിനുള്ളിൽ കയറി എന്ന പേരിൽ ആൾക്കൂട്ട വിചാരണ നേരിട്ട അയാൾ അമ്പലക്കുളത്തിൽ മരിച്ച നിലയിൽ. ആലപ്പുഴ തുറവൂർ TD ക്ഷേത്രക്കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പട്ടണക്കാട് സ്വദേശി സമ്പത്തിനെയാണ്. ആൾക്കൂട്ട വിചാരണ നേരിട്ടതിന്റെയും ക്ഷേത്ര ജീവനക്കാരുടെ മുന്നിൽ വെച്ച് കുത്തിയതോട് ASI സമ്പത്തിന്റെ മുഖത്തടിക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസിന് ലഭിച്ചിരുന്നു. ഈ വാർത്ത നിങ്ങളെല്ലാം കണ്ടല്ലോ അല്ലേ? ഇത് മുസൽമാൻ ഭരിക്കുന്ന രാജ്യത്താണോ? ഇവിടുത്തെ ഏതെങ്കിലും പ്രധാനപ്പെട്ട തസ്തികയിൽ മുസൽമാനാണോ ഇരിക്കുന്നത്? അല്ല. അദ്ദേഹം ആത്മഹത്യ ചെയ്യാനുള്ള കാരണം ആരാണ്? മുസൽമാനാണോ? അല്ല. ഇവിടെ ഈ പാവപ്പെട്ട ഹൈന്ദവ സഹോദരനെ ഉപദ്രവിച്ചതാരാണ്? തല്ലിയതാരാണ്? അവസാനം അദ്ദേഹത്തിനെ ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിച്ചതാരാണ്? അല്ല, നമ്മളാരുമല്ല. ഓക്കെ ആണല്ലോ. അപ്പോൾ ഞാനിവിടെ നിൽക്കുന്നതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. ഞാനിവിടെ നിൽക്കുമ്പോഴാണ് നിങ്ങളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടാം. പോട്ടെ. അടുത്തത് നമ്മുടെ ഈ 21-ാം നൂറ്റാണ്ടിൽ, 19-ാം നൂറ്റാണ്ടിലൊന്നും 21-ാം നൂറ്റാണ്ടിലെ ചില വാർത്തകൾ നിങ്ങളിന്ന് കേൾപ്പിക്കാം. എന്നിട്ട് പറയണം, ഇന്നിപ്പോൾ ഈ രാജ്യം ഭരിക്കുന്നതും ഇതിന് മുമ്പ് ഭരിച്ചതൊക്കെ മുസൽമാന്മാരാണോ എന്ന് നോക്കണം. ഈ വാർത്തയിൽ കാണാൻ പോകുന്ന സംഭവ വികാസങ്ങൾ മുഴുവനും മുസൽമാൻ ഭരിക്കുന്ന കാലഘട്ടത്തിലാണോ എന്ന് നിങ്ങൾ പറയണം. മുസൽമാനാണോ ഇതിന്റെ പിന്നിലെന്ന് നിങ്ങൾ പറയണം. ജാതി വിവേചനം കൊണ്ട് നടക്കുന്ന പാർട്ടിയാണ് BJP. എല്ലാ പദവികളും സവർണ ജാതിക്കാർ പങ്കിട്ടെടുക്കുന്നു. സഹപ്രവർത്തകരിൽ നിന്ന് കടുത്ത ജാതി വിവേചനം നേരിടുന്നുവെന്ന് അട്ടപ്പാടി അഗളി സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥൻ. സിവിൽ പോലീസ് ഓഫീസറായ അട്ടപ്പാടി കടുകുമണ്ണ ഊരിലെ ഹരിദാസ് ആണ് മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയത്. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ജാതി വിവേചനം എന്ന ആക്ഷേപം ഉയരുന്നു. കഴകം പ്രവർത്തിക്ക് നിയമിതനായ ഈഴവ സമുദായത്തിൽപ്പെട്ട തിരുവനന്തപുരം സ്വദേശി VA ബാലുവിനെ തന്ത്രിമാരുടെ സമ്മർദ്ദത്തെ തുടർന്ന് മാറ്റി നിർത്തിയെന്നാണ് ഇപ്പോൾ പരാതി ഉയരുന്നത്. കാലം ഇത്ര മാറിയിട്ടും തന്ത്രിമാർക്ക് നേരം പുലർന്നിട്ടില്ല എന്നാണ് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ 24 പ്രതികരിച്ചത്. ശബരിമല മേൽശാന്തി നിയമനത്തിൽ ജാതി വിവേചനം. ഈഴവ സമുദായ അംഗമായ ശാന്തിയുടെ അപേക്ഷ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിരസിച്ചു. മലയാള ബ്രാഹ്മണനല്ലാത്തതിനാൽ അവസരം നൽകാനാകില്ലെന്നാണ് ദേവസ്വം ബോർഡ് നിലപാട്.
ക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ താൻ ജാതി വിവേചനം നേരിട്ടുവെന്ന് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ. ഒരു ക്ഷേത്രത്തെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തപ്പോഴാണ് ജാതിയുടെ പേരിൽ തന്നെ മാറ്റി നിർത്തിയതെന്നാണ് മന്ത്രിയുടെ തുറന്നുപറച്ചിൽ. തൃശൂർ മെഡിക്കൽ കോളേജിലെ സെക്യൂരിറ്റി ജീവനക്കാരിക്ക് ജാതി ഭ്രഷ്ട് എന്ന് പരാതി. പട്ടികവർഗക്കാരായ ജീവനക്കാരെ മാത്രം ഇടുങ്ങിയ മുറിയിൽ താമസിപ്പിച്ചത് ചോദ്യം ചെയ്ത ജീവനക്കാരിയോട് ജോലിയിൽ നിന്ന് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടു. കണ്ടല്ലോ കേട്ടല്ലോ അല്ലേ? ഞാൻ നാട് വിടുന്നതിന് ഒരു കാര്യം കൂടി പറയാണ്. ലോകം ഇത്രയും പുരോഗമിച്ച കാലഘട്ടത്തിലും ജാതി പറഞ്ഞ് മേൽത്തട്ടും കീഴ്ത്തട്ടും പറഞ്ഞ് മനുഷ്യരെ അറപ്പോടുകൂടി കാണുന്നത് ആരാണ്? മുസൽമാനാണ്. എന്നാൽ 1400 വർഷങ്ങൾക്കപ്പുറം ഒട്ടകമല്ലാത്തൊരു വാഹനത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയാത്ത, നേരാവണ്ണം രുചികരമായൊരു ആഹാരം നമ്മൾ ഇന്ന് കഴിക്കുന്നത് അന്ന് കഴിച്ചിട്ടില്ലാത്ത, തികച്ചും ഒരു പൂർണ്ണമായ വസ്ത്രം പോലും ധരിക്കാൻ അത്രയും പ്രൗഢിയില്ലാത്തൊരു കാലഘട്ടത്തിൽ ഇല്ലായ്മക്കാരനും വല്ലായ്മക്കാരനോടും ഒരു പ്രവാചകർ സിനിമയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച എന്താണെന്നേ? മുസൽമാനല്ല, ഒരു ഹൈന്ദവ സഹോദരൻ പഠിപ്പിച്ചു തരും. ഒന്ന് കേട്ടോളി. കളക്ടറേറ്റിൽ ജോലി ചെയ്യുന്ന എനിക്ക് ജാതിയുടെ പേരിൽ അയുത്തം നേരിടേണ്ടി വരികയും എനിക്ക് വേണ്ടിയും എൻ്റെ സുഹൃത്തിന് വേണ്ടിയും പ്രത്യേക ഹാജർ പുസ്തകം വെക്കുകയും ചെയ്തപ്പോൾ ഞാൻ ഹൃദയം കൊണ്ടോർത്ത് 1450 വർഷങ്ങൾക്ക് മുമ്പ് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ സ്വന്തം ഹൃദയത്തോട് ചേർത്ത് പിടിച്ച ഒരു പ്രവാചകരെ. അങ്ങനെയാണ് നബി, എൻ്റെ മുത്ത് നബി മുസ്തഫ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായത്. ആ വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ എവിടെ നിന്നാണെന്ന് അറിയില്ല, എൻ്റെ ഹൃദയത്തിൽ ഒരു വിങ്ങലും എൻ്റെ കണ്ണറിയാതെ നിറയുകയും ചെയ്തു. അവസാനമായി ഒന്നുകൂടി പറഞ്ഞോട്ടെ, ആ മനുഷ്യൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുക മാത്രമല്ല, പറയുമ്പോൾ അദ്ദേഹത്തിന് കണ്ണ് നിറയുന്നത് കണ്ടില്ലേ? കണ്ണ് നിറയുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹം കടന്നുപോയ ജീവിത യാഥാർത്ഥ്യങ്ങൾ, ഒരിക്കലും ഓർക്കാൻ കഴിയാത്ത ജാതീയപരമായ വേർതിരിവ്. അപ്പോഴും അദ്ദേഹത്തിന് സന്തോഷം കൊടുക്കുന്നത് 1400 വർഷങ്ങൾക്കപ്പുറം ജീവിച്ചിരുന്ന ഒരു നേതാവ് മനുഷ്യനെ മനുഷ്യനായി കണ്ടു, കറുത്തവനെയും വെളുത്തവനും ഒരു പാത്രത്തിൽ ഊട്ടി. എന്നിട്ട് ആ സമൂഹത്തോട് പറഞ്ഞു, കറുത്തവനും വെളുത്തവനും ഇവിടെ പ്രത്യേകമായ സീറ്റൊന്നുമില്ല, ഇവിടെ അറബിക്കും അനറബിക്കും ഒന്നുമില്ല, ധാർമ്മിക നിഷ്ഠയുള്ള ജീവിതം കൊണ്ട് മാത്രമേ ദൈവത്തിൻ്റെ അടുക്കൽ പ്രീതി ലഭിക്കൂ, സമൃദ്ധി ലഭിക്കൂ, സ്ഥാനം ലഭിക്കൂ എന്ന് സമൂഹത്തെ പഠിപ്പിച്ചു. അപ്പോൾ അവർ മാത്സര്യ ബുദ്ധിയോടുകൂടി നന്മ ചെയ്യാൻ അവർ ഒന്നിച്ച് തീരുമാനിച്ചു. അപ്പോൾ പരിഹാസമില്ല, കളിയാക്കലില്ല. വെളുത്തവൻ കറുത്തവനെ ഒട്ടിയിരിക്കാൻ കൂടുതൽ താല്പര്യം കാണിച്ചു. കാരണം ഇതുകൊണ്ടാണ് വേർതിരിവ് കാണിക്കാത്തവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്ന ആ നേതാവ് പഠിപ്പിച്ചു. ഓക്കെ. അപ്പോൾ പണ്ടത്തെ ആളുകൾ ഈ ഫേസ്ബുക്ക്, യൂട്യൂബ്, അതുപോലെ വാട്സപ്പ് ഇതൊന്നും ഉപയോഗിക്കാൻ അറിയാത്ത ഈ പൊട്ടന്മാർ ഇങ്ങനെ വർഗീയത പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ പ്രതികരിക്കുന്ന ഈ ഉസ്താദിൻ്റെ പ്രതികരണം എന്തായാലും ഇവൻ്റെയൊക്കെ ചങ്കിലേക്ക് കൊടുക്കുന്ന അടിയാണ്. ഇവനൊന്നും ഈ അണ്ണാക്കന് ഒരു എന്താ പറയുക, ഒരു സമൂഹത്തെക്കുറിച്ചോ ഇന്ന് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും അറിയാതെ എന്തൊക്കെ വിളിച്ച് തൻ്റെ എന്താ പറയുക കേസുകൾ ഒതുക്കാൻ വേണ്ടി പറ്റുന്ന സൗകര്യമുള്ള ഒരു ഗവൺമെൻറ്റിനെ അനുകൂലിച്ച് പറയുക. തൻ്റെ മകൻ BJPയിൽ താൻ ഈ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ വലം കൈ, ഇങ്ങനെ എല്ലാ കള്ളത്തരങ്ങൾക്കും കൂട്ടു നിൽക്കുന്ന ഇവന് നിരന്തരം മുസ്ലിങ്ങളെ പറയുമ്പോൾ അതിന് തക്കതായ രീതിയിലുള്ള മറുപടി ഇപ്പോൾ കൊടുക്കാൻ ആളുകളുണ്ട് എന്ന് ഈ അണ്ണാക്കന് കരുതിയിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബായ്.